നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങളടങ്ങിയ മോക്ക് ടെസ്റ്റ്. ഇതിൻ്റെ കട്ട് ഓഫ് 14 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇതിൻ്റെ ആൻസർ പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഇതിൻ്റെ ആൻസർ ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധമുള്ളത്? ഇതിൻ്റെ ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധമുള്ള സംഭവം. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം താഴെ പറയുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ പ്ലേഗ് ബോണസാണ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കേണ്ടത്? ഇതിൻ്റെ ആൻസർ 48 മണിക്കൂറാണ്. 48 മണിക്കൂറിന് മുന്നായിട്ട് ഇലക്ഷൻ പ്രചരണം എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ വിദ്യാപോഷിണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? ഇതിൻ്റെ ആൻസർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. അടുത്ത ചോദ്യം, മാറുമറിക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറിക്കൽ സമരം എന്നുകൂടി അറിയപ്പെട്ട പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള അറിയപ്പെടുന്നത് മാറുമറിക്കൽ സമരം എന്നുകൂടിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഇതിൻ്റെ ആൻസർ തലക്കൽ ചന്തുവാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്ര രൂപയാണ്? ഇതിൻ്റെ ആൻസർ 250 രൂപയാണ്. ഇത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാണ്
ലാല ലജ്പത് റായ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഇംപീച്ച്മെൻറ്റ് നടപടി ആരെ പുറത്താക്കാൻ ഉപയോഗിക്കുന്നതാണ്? ഇതിൻ്റെ ആൻസർ രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രപതിയെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുന്ന നടപടി അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്നാണ്. അടുത്ത ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണ്? ഭഗത് സിംഗ് സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക് എന്നറിയപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണ്? ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക് ഉള്ളത്. അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇതിൻ്റെ ആൻസർ 86 86-ാം ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മൗലിക അവകാശമായി മാറുന്നത്. അടുത്ത ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ ആൻസർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി? ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. അതുപോലെ 2 എന്താണ്? സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ഇത് കൊണ്ടുവന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ വായിച്ച 1ഉം 2ഉമാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC തന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, അതുപോലെ മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് 20 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.